പ്രമേഹവും ബി പി ഒക്കെ ഉള്ള ആളുകളുണ്ടോ? അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളിതാ ഇതുപോലൊരു ഗ്ലാസ് വെള്ളം രാവിലെ തന്നെ നിങ്ങളൊന്ന് കുടിച്ച് നോക്കുക കേട്ടോ. ബി പി ഭയങ്കരമായിട്ട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ബി പി കൺട്രോളിലാക്കി നിർത്താനൊക്കെ ആയിട്ട് പറ്റും. അതല്ലെങ്കിൽ പ്രമേഹമൊക്കെ ഉള്ള ആൾക്ക് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ, നമ്മൾ തലേന്ന് ഒരു അര സ്പൂണോളം ഉലുവയുണ്ടല്ലോ, ആ ഉലുവ നമ്മളിതാ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി തലേന്ന് വെക്കാം കേട്ടോ. തലേന്ന് എടുത്ത് വച്ചതിന് ശേഷം പിറ്റേന്നാകുമ്പം ഈ ഉലുവയ്ക്ക് ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ കുതിർന്ന് ഒരു മഞ്ഞ പോലെ തന്നെ വെള്ളം കിട്ടും. ഈ വെള്ളം ഉണ്ടല്ലോ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തോളം തീ സിമ്മിലിട്ടിട്ട് ഈ ഒരു വെള്ളം വെട്ടി തിളപ്പിക്കണേ. വെട്ടി തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി നമ്മൾ ഇടുമ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടരുത്. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടുവെള്ളത്തിലേക്ക് നമുക്കത് ഇതുപോലെ ഒരു അല്ലി വെളുത്തുള്ളിയുടെ അല്ലി നമുക്ക് കീറിയിട്ട് കൊടുക്കണം. ഇതുപോലെ കീറിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഈ വെള്ളം മൂടി വെക്കുക. ചെറു ചൂടിനുള്ള വെള്ളം ഉണ്ടല്ലോ, അത് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പം നിങ്ങളിത് ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്കത് എടുത്ത് കുടിക്കാം. അപ്പോൾ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിനകത്ത് ഈ വെളുത്തുള്ളിയിൽ നമുക്ക് അലിസിൻ എന്നൊരു ഘടകമുണ്ട്. അപ്പോൾ അത് പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് പറ്റും. അതല്ലാണ്ട് ഈ വെളുത്തുള്ളി നമ്മൾ ഉലുവയും ഇതുപോലെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ബി പി കൂടി നിൽക്കുന്നവർക്ക് ബി പി ഹൈ ലെവലൊക്കെ ഉള്ളത് കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ.